ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിത് അംഗീകരിക്കുന്നു. ഇതൊരു ഞങ്ങൾ അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മഹാരാഷ്ട്രയിലെ ഇത്. ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. നമുക്ക് അറിയാവുന്ന പോലെ കേരളത്തിന്റെ സമുന്നതനായ നേതാവും പാർട്ടിയുടെ കേന്ദ്ര CWC അംഗവും ഒക്കെ ആയിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല അടക്കം 24x7 അവിടെ പ്രവർത്തിച്ചിട്ട് ഉള്ള ആളാണ്, നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം അവിടെ മുഴുവൻ സമയവും എനിക്കറിയാവുന്നതാണ്. അദ്ദേഹം മുഴുവൻ സമയവും ആ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ നേതാക്കന്മാരെ ഒരുപാട് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരൊക്കെ സജീവമായി അവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്നു. പക്ഷെ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ്. ഞാൻ ഇന്ന് രാത്രി ഞങ്ങൾ തന്നെ ഒന്ന് രണ്ട് എന്റെ അടുത്ത സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് പേരുമായി സംസാരിച്ചപ്പോൾ പോലും വളരെ ശുഭപ്രതീക്ഷയാണ് അവരടക്കം. ലോക്കലായിട്ടുള്ള ആളുകളാണ് അവിടെ എന്റെ അടുത്തൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം ശ്രീ അജയ് യാദവ്, അദ്ദേഹം അവിടെ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം വിജയിച്ചായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ആളുകളടക്കം MLA-മാരായി മത്സരിച്ച ആളുകളോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ നമ്മൾ ഇത്തവണ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് അവരെല്ലാം പ്രതീക്ഷ പുലർത്തിയത്. പക്ഷെ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് അല്ലെങ്കിൽ ഒരു വിജയമാണ് BJPക്ക് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ലഭിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പാർട്ടി പരിശോധിക്കും. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പാർട്ടി പരിശോധിക്കും. അതേസമയം ഞാൻ പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ജാർഖണ്ഡ്. അവിടെ കുറച്ച് പരിമിതം അല്ലെങ്കിൽ പ്രയാസങ്ങൾ നേരിടും എന്ന് വിശ്വസിച്ച സ്ഥലത്ത് പക്ഷെ JMM-ന്റെ സഹായത്തോടെ അല്ലെങ്കിൽ JMM-മായി ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ അവിടെ നമുക്ക് 51ഓളം സീറ്റുകളിൽ നമുക്ക് ഇപ്പോൾ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അപ്പൊ വളരെ കോൺട്രഡിക്ടറി ആയ ഒരു ഇതായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും ഇത് എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്, ഇത് പഠിക്കേണ്ടത് തന്നെയാണ്. അത് പാർട്ടി പരിശോധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മാത്രമല്ല, ഇത്ര വലിയ വിജയം BJPക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിപ്പോ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോ അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ സംഘടന കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിലവിലുള്ള സംവിധാനം പോരാ എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഒരു സംഘടനാ സംവിധാനം, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന് ഉറച്ചു വാർക്കൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വേറെയും പല ഘടകങ്ങൾ ഉണ്ടായിരിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോ താങ്കൾ പാലക്കാട് ഒരു വർഗീയത ആരോപിക്കുമ്പോൾ ഞാൻ മറിച്ച് മഹാരാഷ്ട്രയിൽ ആരോപിച്ചാൽ അതിനകത്തൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനെ കൂടുതൽ വർഗീയമായി ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം കൂടുതൽ വർഗീയമായി BJP അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതിന്റെ ഒരു പരിണിത ഫലം കൂടി ആയിരിക്കാം ഇത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ പരാജയം തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അത് പാർട്ടി അതുമായി ബന്ധപ്പെട്ട് പോകും. അതേസമയം ജാർഖണ്ഡിൽ നമുക്ക് നല്ല ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. കേരളത്തിൽ മഹാരാഷ്ട്രയിൽ നേരിട്ട തോൽവിയുണ്ടല്ലോ, അത് പഠിച്ചാലൊന്നും പെട്ടെന്ന് മറികടക്കാൻ പറ്റുന്ന ഒരു പരാജയമാണെന്ന് തോന്നുന്നില്ല. കാരണം ഉദ്ധവ് താക്കറെ പക്ഷത്തിന് 17 സീറ്റുകൾ മാത്രമാണ് ഇതുവരെ ഉള്ളത്. 12 സീറ്റുകൾ മാത്രമാണ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ പോലും അധികായനായിരുന്ന ശരത് പവാറിന്റെ NCPക്കുള്ളത് വെറും 12 സീറ്റാണ്. നോക്കൂ, ഈ പരാജയങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ തലയ്ക്കടിച്ചേൽപ്പിക്കാൻ ഈ 2 പാർട്ടികൾ കൂടി തീരുമാനിച്ചാൽ എന്താകും അവസ്ഥ എന്ന് ഓർത്തിട്ടുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇന്ത്യ സഖ്യം എന്ന നിലയിലാണ് ഞങ്ങള് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആരുടെയെങ്കിലും മാത്രം ഒരു ഉത്തരവാദിത്തമായി അവരുടെ കുറവ് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം കൊണ്ട് മാത്രം സംഭവിച്ചതാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. മറിച്ച് ഒരു കൂട്ടായിട്ടുള്ള പരിശ്രമമാണ്. അതിനകത്ത് ചിലപ്പോൾ രാഷ്ട്രീയമല്ലേ, അറിയാത്തല്ലോ, തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ നമ്മൾ വിജയിക്കും, ചിലയിടത്ത് നമ്മൾ പരാജയപ്പെടും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. പക്ഷെ ഇത്രയും വലിയൊരു പരാജയം, അതായത് 225 സീറ്റുകളിൽ NDA മുന്നേറുന്നു എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. നമുക്കറിയാമല്ലോ, ഈ 53 സീറ്റുകൾ എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം നമ്മുടെ നില മോശമാണ് എന്നുള്ളതാണ്. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എവിടെയാണ് നമ്മുടെ പരാജയം കാരണം എന്ന് കണ്ടെത്തണ്ടേ, അത് പഠിക്കണ്ടേ. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചതാണോ, അതല്ല നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അജണ്ട അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പരാജയമുണ്ടോ, ഇങ്ങനെ പല ഘടകങ്ങളുണ്ടല്ലോ. അപ്പൊ ആ ഘടകങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചാൽ മാത്രം മാറുന്നതല്ല, പഠിച്ചാൽ മാറും, തീർച്ചയായിട്ടും പഠിച്ചാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി വരാൻ പോകുന്ന പല സ്ഥലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ 1.5 വർഷം കഴിയുമ്പോൾ കേരളത്തിലുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നമുക്ക് പുതിയ മുഖങ്ങളിലേക്ക് പാർട്ടി പോകേണ്ടതെന്നാണ് എന്റെ വിശ്വാസം. അതായത് പരീക്ഷിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, വർഷങ്ങളായി പരീക്ഷിച്ചു വരുന്ന ചില കാര്യങ്ങളുണ്ട്, ചില കോമ്പിനേഷൻസ് ഉണ്ട്. അതിൽ പാർട്ടി ഒരു തിരുത്തൽ വരുത്തേണ്ടതുണ്ടാവാം.
ചിലപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ എത്രയോ വർഷങ്ങളായി മത്സരിക്കുന്ന ആളുകളെ വീണ്ടും മാറ്റി നമ്മൾ പുതുമുഖങ്ങളിൽ, ഞാനത് ഹരിയാനയിലെ കാര്യം വന്നപ്പോഴും ഞാനത് പറഞ്ഞായിരുന്നു. ഹരിയാനയിൽ നമ്മൾ വലിയ വിജയം നേടുമെന്ന് പറഞ്ഞിട്ട് പഴയ ആളുകൾ തന്നെ വീണ്ടും മത്സരിക്കാൻ വന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അമ്പേ പരാജയം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പുതുമുഖങ്ങൾ, ഇപ്പൊ വിനേഷ് ഫോഗട്ടിനെ പോലുള്ള പുതുമുഖങ്ങളെ കണ്ടെത്തി അവിടെ മത്സരിപ്പിച്ചപ്പോൾ അവിടെയൊക്കെ പാർട്ടിക്ക് വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി ഒരു ആത്മപരിശോധന നടത്തും, ഒരു പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ. രണ്ട്, പാർട്ടി സംഘടനാ തലത്തിൽ മാറ്റങ്ങൾ വരുത്തും. തീർച്ചയായിട്ടും പുതിയ തലത്തിലുള്ള നേതൃത്വം പാർട്ടിക്ക് വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലടക്കം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുതിയ സംഘടനാ ഭാരവാഹികളടക്കമുള്ള ആളുകൾ കടന്നു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ മാത്രമല്ല മഹാരാഷ്ട്രയിലടക്കം അതിന് പുതിയ ഫേസ് കൊടുത്തുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ പാർട്ടിക്ക് വിജയിക്കാൻ സാധിക്കൂ. ശ്രീ ഹരി, ഇതൊക്കെ പറയുമ്പോഴും അങ്ങൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഉലമ ബോർഡ് മുന്നോട്ട് വച്ച ആ ഉപാധികൾ അത് അംഗീകരിച്ച ശരത് പവാറിന്റെ NCPയുടെ നടപടി, മൗനം പാലിക്കാൻ നിർബന്ധിതനായ ഉദ്ധവ് ഠാക്കറെ, പഴയ ഗർജിക്കുന്ന സിംഹത്തിന്റെ പുത്രൻ, ഒന്നും പറയാതെ ആ വോട്ടിംഗ് പോരട്ടെ എന്ന് തീരുമാനിച്ച കോൺഗ്രസ് നേതൃത്വം. അല്ല പ്രതിഭ, ഞാൻ പറയട്ടെ, ഒരു തെരഞ്ഞെടുപ്പിൽ കഴിയുന്നത്ര വോട്ട് സമാഹരിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവണതയാണ്. കോൺഗ്രസ്, ഞാൻ പറയട്ടെ, ഇപ്പൊ ഉലമ ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമല്ല, ഏതൊരു സാമൂഹിക സംഘടനകളും മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിച്ച് മുന്നോട്ട് പോകാനേ സാധിക്കൂ, അല്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പലരും പല ആവശ്യങ്ങളും മുന്നോട്ട് വെക്കാറുണ്ട്. ആ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാന്നുള്ളതല്ലാതെ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നോക്കാം, പരിഗണിക്കാം എന്നുള്ളത് സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതാണ് ഇതിന്റെ പരാജയത്തിന്റെ കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്തരത്തിൽ വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ ഒന്നും അല്ല അവിടെ മഹാരാഷ്ട്രയിലുണ്ട്. അതുകൊണ്ട് അതാണ് ഇതിന്റെ പരാജയത്തിന്റെ കാരണം എന്ന പ്രദീപിന്റെ വിലയിരുത്തലിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ആവശ്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പല സാമൂഹ്യ സംഘടനകൾ ആവശ്യപ്പെടും. അതിൽ എന്താ തെറ്റുള്ളത്? അപ്പൊ അവര് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ചിലത് പരിഗണിക്കാൻ സാധിക്കും, ചിലത് പരിഗണിക്കാൻ കഴിയില്ല. പരിഗണിക്കാൻ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നമുക്ക് വോട്ട് ആവശ്യമാണ്. ആരുടെ വോട്ടാണെങ്കിൽ ആരുടെയും വോട്ട് വേണ്ട. പക്ഷെ നമ്മുടെ പ്രഖ്യാപിതമായിട്ടുള്ള വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് തന്നെയാണ്. അത് ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന നിലപാട് തന്നെയാണ്. അതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രതിഭയെ, ആ പരാജയം ഒരു പരാജയം അല്ല, വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ വ്യക്തിപരമായി കാണാൻ ആഗ്രഹിക്കുന്നത്.